ലയൺസ് ക്ലബ്ബ് ഓഫ് ഭദ്രദീപം പാടിയൊടിച്ചാൽ കോലുവള്ളി പുതിയ ക്ലബ്ബ് ഓഫീസിന്റെ ഉദ്ഘാടനവും ക്ലബ്ബ് മെമ്പർമാരുടെ സ്ഥാനാരോഹണവും പഞ്ചായത്ത് മെമ്പർമാരെ ആദരിക്കൽ ചടങ്ങും പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കി. വയക്കരയിലുള്ള ക്ലബ്ബ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലൈസാമ പനക്കൽ ക്ലബ്ബ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ലയൺസ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത PMJF ക്ലബ്ബ് മെമ്പർമാരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചെറുപുഴ പഞ്ചായത്തിലെ മെമ്പർമാരെ ചടങ്ങിൽ പൊന്നാടയണിച്ച് ആദരിച്ചു. ആലക്കോട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് വസന്തരാജൻ അധ്യക്ഷത വഹിച്ചു. ഭദ്രദീപം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സോൺ ചെയർമാനുമായ ജീവ ജെയിംസ് ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മറുപടി പ്രസംഗം നടത്തി. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ്, സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സൂരജ് P, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ KD, മെമ്പർമാരായ റോഷി ജോസ്, PJ ജോസ്, അനീഷ് ആന്റണി, TP ചന്ദ്രൻ, പ്രിൻസ് വള്ളക്കട, PV വിജയൻ, മാനുവൽ മാപ്പിളപ്പറമ്പിൽ എന്നിവരും ഫാദർ വർഗീസ് ഫിലിപ്പോസ്, ബിജിത് കുളങ്ങരത്ത്, വത്സല ഗോപിനാഥ്, ഷാജി ജോസഫ്, NJ ജോസഫ്, ജിമ്മി തോമസ്, ശശിധരൻ പലേരി, പത്മനാഭൻ പലേരി, സജിമോൻ PJ എന്നീ ലയൺസ് ക്ലബ്ബ് നേതാക്കൾ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ആലക്കോട് ലയൺസ് ക്ലബ്ബ് സീനിയർ മെമ്പർ CJ ജോൺ സ്വാഗതം ആശംസിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ജിജോ മാത്യു നന്ദി അറിയിച്ച് സംസാരിച്ചു. ഈ വർഷത്തെ പെർഫോമൻസ് ലയൺ വസന്തരാജന്റെ നേതൃത്വത്തിൽ പറഞ്ഞ പോലെ നോൺ ചെയർപേഴ്സൺ ജിമ്മി തോമസ്, IPP, ഏറ്റവും സുഹൃത്തവിടെ ആലക്കോട്ടവിടെ ഉണ്ട്. We had a DG visit very recently. And our beautiful and our ambience for the location. So I must say, Lions Club Alakot, you are doing tremendously well. And this formation, Lions Club of Padiochal, Koloni, Bhadradipam, is really an awesome event. Congratulations to the President. Thank you, Lion Vasantarajan. നാം ഇന്ന് മനോഹരമായ ഒരു സാക്ഷാത്കാരത്തിന്റെ നിമിഷത്തിലാണ്. ലയൺസ് ക്ലബ്ബ് അതിന്റെ തനതായ ഒരു കെട്ടിട ഉദ്ഘാടനത്തിലൂടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വികസനത്തിന്റെ പാതയിൽ ലയൺസ് ക്ലബ്ബ് അന്താരാഷ്ട്ര തലത്തിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് വിഷമഘട്ടങ്ങളിൽ അവർക്കൊരു ആശ്വാസമായി കടന്നു ചെല്ലാൻ ഈ പ്രസ്ഥാനം എന്നും സഹകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ മനസ്സിന്റെ അംഗീകാരത്തോടുകൂടി ഈ മനോഹരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയുന്നു. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പ്രധാനപ്പെട്ട രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഞാനടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഞങ്ങളെ ഭരണസമിതിയെ നിങ്ങൾ നൽകിയ ഫോണ്ട് ഏറ്റവും ബഹുമാനത്തോട് കാണുന്നു. ആദ്യമായി അതിനൊരു നന്ദി അർപ്പിക്കുകയാണ്. രണ്ടാമത്തെ വലിയൊരു സന്തോഷം, ഒരു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള വലിയൊരു സംഘടനയിൽ അംഗമാകാൻ കഴിഞ്ഞു. അത് പാടിയോടി ലയൺസ് ക്ലബിന്റെ ഭദ്രദീപം ശ്രീ ജിവി ജെയിംസ് അടക്കമുള്ള നല്ല ലീഡേഴ്സ് നേതൃത്വം കൊടുക്കുന്ന opportunity to congratulate Chief James for his hard work. Also Lions Club of entire members of Lions of Alakot ഇങ്ങനെ ഈ ഒരു ക്ലബിന് രൂപം നൽകിയിരുന്നു. നിങ്ങൾ എല്ലാവരെയും പ്രശംസ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയം നിയോഗിക്കുകയാണ്. അതിലുപരി ഒരു ക്ലബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ സ്വന്തമായ ഒരു ആസ്ഥാനം, അത് ഏത് ക്ലബിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇവരെല്ലാവരെയും ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിവിടെ പഞ്ചായത്ത് മെമ്പർമാരെ ആദരിക്കുക. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനവും പഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട മെമ്പർമാരും ചെയ്യുന്ന ഒരേ കടമയാണ്. കാരണം ഇവർ രണ്ടുപേരും ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അവരുടെ ഒരു ഒത്തുചേരലാണ് ഇന്നിവിടെ നടക്കുന്നത്. കാരണം ഈ ഒരു പരസ്പര സഹകരണമാണ് ഈ സമൂഹത്തിന്റെ എല്ലാ വൈവിധ്യ മേഖലയിലുള്ള വികസനത്തിന് സാധ്യത
സാധ്യമാക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ഈ ലയൺസ് ക്ലബും ഈ ഒരു വേദിയും തികച്ചും ഒരു യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമായി കാണേണ്ട കാര്യമില്ല. ഇത് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്. കാരണം ഇപ്പൊ തന്നെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു 2 മാസം മുമ്പ് ഒരു വാർഡിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ജിവിയൻസ് നമ്മുടെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് വീൽ ചെയർ തരുന്നതുമായി ബന്ധപ്പെട്ട് ലയൺസ് ക്ലബിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന്. ഞാൻ അന്ന് പ്രസിഡന്റിന് ഒരു വാക്ക് കൊടുത്തു. എന്തായാലും ലയൺസ് ക്ലബോ പദ്ധതിയോ പാടിയൊട്ടിയാൽ കോലുവള്ളി ചെറുപുഴ പഞ്ചായത്തിന് വീൽ ചെയർ നൽകുന്നതാണെന്ന് പറഞ്ഞു. ഇന്ന് നിലവിൽ ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇലക്ഷന്റെ കുറച്ച് വിഷയങ്ങളുള്ളത് എത്തിയിട്ടില്ല. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പഞ്ചായത്തിലെത്തും. അത് ഔദ്യോഗികമായിട്ട് പ്രസിഡന്റിന് നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഫസ്റ്റ് ലേഡി ലയൺ റീജ ഗുപ്തയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ 2 കൂട്ടരും ഒന്നിച്ചു നിന്നാൽ ഈ നാടിന് പല വികസനങ്ങളും കൊണ്ടുവരാം. കാരണം വരുന്ന 5 വർഷം ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പേഴ്സ്. അവരോടൊപ്പം നമ്മളൊന്ന് ചേർന്നാൽ എന്തെങ്കിലും ഒരു മാറ്റം, ചെറിയൊരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമാണ്. അതിന് സാധിക്കട്ടെ. അതിന് ലയൺസ് ക്ലബ് പദ്ധതിയും പാടിയോടിച്ചാൽ എന്നും പഞ്ചായത്തിനോടും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊരു വ്യക്തിയോടും ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് ലയൺസ്. കാരണം നമ്മുടെ പാടിയോടിച്ചാൽ ബന്ധദീപം ലയൺസ് ക്ലബ് പാടിയോടിച്ചാൽ കോലുവള്ളി ബന്ധദീപം അങ്ങനെ ക്ലബ്ബ് രൂപീകരിക്കാൻ കഴിഞ്ഞത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ അത് രൂപീകരിക്കുന്നത് മാത്രമല്ല, കാരണം 30 വർഷത്തെ പാരമ്പര്യമുള്ള സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് എന്റെ സോണിൽ 2 ക്ലബ്ബ് രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യമാണ്. അതിനെ സഹായിച്ച ജിവിഎംസിനും പടിയോട്ടിനാൽ ബന്ധദീപം ക്ലബിലെ മെമ്പർമാർക്കും എന്റെ സ്വന്തം എന്നുള്ള നിലയിൽ എന്റെ പേരിലും എന്റെ മകൾ ക്ലബായ ആലക്കോട് ലയൺസ് ഇൻട്രഷൻ പരിപാടിയിൽ ഞാൻ ആലക്കോട് പോയിരുന്നു. അവരോട് ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഇന്നും പറയാൻ പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് our national flag and pledge our allegiance to the same. Its honor, its glory depend upon this deed, and as a duty with which each one shoulders one's responsibility of a good citizen. Its history written in letters of God inspires us to put in good work for the fair aim of our country. We declare our unflinching loyalty to our national flag and maintain our course shall be our course, and that individual among us shall make it genuine efforts to add luster and glory and make it fly proudly to the